നാലമ്പല ദർശനം, പുണ്യദർശനം. തൃപ്രയാർ ക്ഷേത്രം. മേടമാസത്തിൽ കർക്കിടകം രാശിയിലാണ് ശ്രീരാമ അവതാരം. പുണർദം നാളിൽ ശ്രീരാമൻ, പൂയം ഭരതൻ, ആയില്യം ലക്ഷ്മണ ശത്രുഘ്നന്മാർ. അനന്തശായിയായി ശംഖുചക്രധാരിയായ മഹാവിഷ്ണു തൃപ്രയാർ, ഇരിങ്ങാലക്കുട, മൂഴിക്കുളം, പായമ്മൽ ക്ഷേത്രങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. പരാവാരശായിയുടെ പൂർണ്ണദർശനം കലികാലത്ത് മഹത്തായൊരു അനുഷ്ഠാനമായാണ് നമ്മുടെ പൂർവികർ നമ്മെ ഉപദേശിച്ചിട്ടുള്ളത്. യാത്രാ സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് കാൽനടയായിട്ടായിരുന്നു നാലമ്പല ദർശനം നടത്തിയിരുന്നത്. തൃപ്രയാർ നിർമ്മാല്യ ദർശനം, ഇരിങ്ങാലക്കുട ഉഷപൂജ, മൂഴിക്കുളത്ത് ഉച്ചപൂജ, പായമ്മൽ അത്താഴപൂജ എന്ന ക്രമമാണ് അക്കാലത്ത് സ്വീകരിച്ചിരുന്നത്. ഇപ്രകാരം ക്ലേശപൂർണവും ദുഷ്കരവുമായ ദർശനം നടത്തുവാൻ സാധിക്കുന്നവരെ അതീവ പുണ്യശാലിയായി അക്കാലത്ത് ആദരിച്ചിരുന്നു. ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ പൂജിച്ചിരുന്ന അമാനുഷിക വിഗ്രഹങ്ങൾ ദർശിക്കാൻ കഴിയുന്നു എന്നതാണ് നാലമ്പലത്തിൻ്റെ മുഖ്യ സവിശേഷതയും ആകർഷണവും. കാലത്തിൻ്റെ മാറ്റവും ജീവിത വ്യതിയാനവും മൂലം ക്രമാനുഗത ദർശന രീതിയിൽ ചിലർ മാറ്റം വരുത്തിയിട്ടുണ്ട്. ക്രമം എന്തായാലും ഒരേ ദിവസം തന്നെ ഈ 4 പുണ്യമഹാക്ഷേത്രങ്ങളിലെത്തി ദർശനം നടത്തുന്നവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നുവെന്ന് ഈശ്വരവിശ്വാസം 10 മടങ്ങ് വളർന്നതായി തെളിയിക്കുന്നു. ദർശനവേളയിൽ ഓരോ ക്ഷേത്രത്തിൻ്റെയും ഐതിഹ്യം, ചരിത്രങ്ങൾ, പ്രതിഷ്ഠകൾ, പൂജാസമയങ്ങൾ, ദർശനരീതി, അവതാരകാരണം, പൂജാവിധികൾ, വഴിപാടുകൾ, വിശേഷ ദിവസങ്ങൾ തുടങ്ങിയവ ഓരോ തീർത്ഥാടകനും അറിഞ്ഞിരുന്നാൽ മാത്രമേ ദർശന സാഫല്യം പൂർണ്ണതയിലെത്തുകയുള്ളൂ. ഗുരുവായൂരിനും കൊടുങ്ങല്ലൂരിനുമിടയ്ക്ക് പ്രസിദ്ധമായ ചേറ്റുവ മണപ്പുറത്ത് തീവ്രാ നദിയുടെ പടിഞ്ഞാറേ തീരത്ത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ശംഖുചക്ര കോദണ്ഡ അക്ഷമാലകളോടെ 4 തൃക്കൈകളോടെയാണ് ശ്രീരാമ പ്രതിഷ്ഠ. അക്ഷമാല ബ്രഹ്മാംശമായും ശംഖുചക്രങ്ങൾ വൈഷ്ണവാംശമായും പിനാകം അഥവാ വില്ല് ശൈവാംശമായും കരുതുന്നതിനാൽ ത്രിമൂർത്തി സങ്കല്പമാണിവിടെ. ശ്രീകോവിലിൽ തെക്കോട്ട് ദർശനമായി ദക്ഷിണാമൂർത്തിയെയും ഗണപതി, ശാസ്താവ്, ഗോശാലകൃഷ്ണൻ എന്നിവരെ പ്രത്യേകമായും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. വടക്കുകിഴക്കേ മൂലയിൽ പ്രദക്ഷിണ വഴിക്ക് പുറത്ത് ക്ഷേത്രപാലകനെ ആരാധിക്കുന്നു. മുഖമണ്ഡപത്തിൽ ഹനുമാൻ സങ്കല്പത്തിൽ തൊഴുത ശേഷമേ ഭഗവാനെ ദർശിക്കാവൂ എന്നതാണ് രീതി. തൃപ്രയാറപ്പനെ സേവിച്ചുകൊണ്ട് വിഷ്ണുമായ ക്ഷേത്രത്തിലുണ്ടെന്നാണ് സങ്കല്പം. തൃപ്രയാർ ക്ഷേത്രത്തിലെ പൂജ കഴിഞ്ഞ് മാത്രമേ ആസ്ഥാനമായ ആവണങ്ങോട് കളരിയിൽ പൂജ നടത്തുകയുള്ളൂ. വിവിധ ബാധോപദ്രവങ്ങൾക്കും ശമനം കാംക്ഷിച്ച് അനേകം ഭക്തജനങ്ങൾ ഇവിടെ ഭജനത്തിന് വരുന്നുണ്ട്. 5 പൂജകളും 3 ശിവേലിയും നടന്നു വരുന്നു. മണ്ഡലകാലത്തു മാത്രം ഉച്ചശിവേലി, ഉച്ചതിരിഞ്ഞ് കാഴ്ചശിവേലിയായി നടത്തപ്പെടുന്നു. നിർമ്മാല്യവും അത്താഴ ശിവേലിയും ദർശിക്കുന്നത് വളരെ ശ്രേയസ്കരമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വെടിവഴിപാട്, അവൽ, മീനൂട്ട്, പായസം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. ഉദ്ദിഷ്ടകാര്യ സാധ്യതയ്ക്കും സന്താനലബ്ധിക്കുമായി അങ്കുലിയാങ്കം കൂത്ത് വഴിപാടായി നടത്തിവരുന്നു. മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ കൂത്തമ്പലത്തിനു പകരം ഇവിടെ നമസ്കാര മണ്ഡപത്തിലാണ് കൂത്തു നടത്തുക. നാളിതുവരെ അടിയന്തര കൂത്ത് നിന്നുപോയിട്ടില്ല. വൃശ്ചികം 1 മുതൽ 12 ദിവസമാണ് കൂത്തു നടക്കുന്നത്. വൃശ്ചികത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് പുകൾപെറ്റ തൃപ്രയാർ ഏകാദശി. അതീവ വ്രതനിഷ്ഠയോടെ ജനലക്ഷങ്ങൾ ഇന്നും തൃപ്രയാർ ഏകാദശി ആചരിച്ചു വരുന്നു. ഇതിനെക്കുറിച്ചുള്ള ഐതിഹ്യം പറയുന്നത് രാവണവധത്തിന് പുറപ്പെടുന്ന ശ്രീരാമൻ അതിനിഷ്ഠയോടുകൂടി ഏകാദശി വ്രതം നോറ്റ്
ശക്തിയും ഊർജവും സംഭരിച്ചു എന്നാണ്. തൃപ്രയാർ ഏകാദശി ഒരു മഹോത്സവം തന്നെയാണ് ഇന്ന്. മീനമാസത്തിലെ മകയിരം നക്ഷത്രത്തിൽ പൂരം പുറപ്പാടിന് തുടക്കം കുറിക്കുന്നു. 7 ദിവസത്തെ ആഘോഷങ്ങൾക്കു ശേഷം വൈകുന്നേരം 7 മണിക്ക് പൂജകൾക്കു ശേഷം ചരിത്രപ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിന് ഭഗവാൻ യാത്ര തിരിക്കുന്നു. ഞാൻ വിനീത, കൊച്ചിൻ ദേവസ്വം ബോർഡ് തൃപ്രയാർ ശ്രീരാമസ്വാമി ടെമ്പിൾ മാനേജർ. കർക്കിടകം 1 മുതൽ ചിങ്ങം 1 കൂടിയുള്ള ദിവസങ്ങളിലാണ് കർക്കിടക മാസാചരണം നടത്തുന്നത്. ക്ഷേത്രങ്ങൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുകൂടി കർക്കിടക മാസത്തോടനുബന്ധിച്ച് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ധാരാളം ഭക്തജനങ്ങൾ വരുന്നുണ്ട്. കടലിൽ നിന്ന് ലഭിച്ചതായ മഹാവിഷ്ണുവിൻ്റെ ചൈതന്യങ്ങളായ ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നിവരെ കേരളത്തിൻ്റെ വിവിധ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചു എന്നാണ്. അതിൽ ശ്രീരാമൻ തൃപ്രയാറും, ഭരതൻ ഇരിഞ്ഞാലക്കുടയിലും, ലക്ഷ്മണൻ മൂഴിക്കുളത്തും, ശത്രുഘ്നൻ പായമ്മലും പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. അതിലാദ്യം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം എന്നാണ് ഐതിഹ്യം. അപ്പോൾ വെളുപ്പിന് 3 മണി മുതൽ ക്ഷേത്രത്തിൽ ഭക്തജനത്തിരക്ക് ആരംഭിക്കും. അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് വളരെ നല്ല രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കർക്കിടകം ആശംസകൾ. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് അഴകപ്പത്ത് രാമൻ നമ്പൂതിരി. ഈ ക്ഷേത്രത്തിലെ ദ്വാരകയിൽ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന 4 വിഗ്രഹങ്ങളിൽ ദ്വാരക പ്രളയത്തിൽപ്പെട്ട് ഇതായപ്പോൾ പ്രളയം വന്നപ്പോൾ അതിൽ നിന്ന് കടലിൽ നിന്ന് കിട്ടിയ 4 വിഗ്രഹങ്ങൾ 4 ക്ഷേത്രങ്ങളിലായി പ്രതിഷ്ഠ നടത്തി. ഇതാണ് ഒന്ന് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ വെള്ള വിഗ്രഹം, രണ്ടാമത്തെ കൂടൽമാണിക്യസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹം, മൂന്നാമത് മൂഴിക്കുളത്തെ ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം, 4-മത്തെ പായമൽ ശത്രുഘ്ന ക്ഷേത്രത്തിലെ പായമൽ ശത്രുഘ്ന വിഗ്രഹം. ഇത് കരയ്ക്കടിയുകയും അങ്ങനെ ഈ കടലിൽ നിന്ന് കിട്ടി അത് ഇവിടെ പ്രതിഷ്ഠ നടത്തി ആചരിച്ചു വരുന്നതിൻ്റെതാണ് ഈ കർക്കിടകത്തിൽ പ്രധാനമായി പറയുന്നത് ഇതായിട്ട് വരും. പിന്നെ ഇവിടുത്തെ വഴിപാടിൽ പ്രധാനം കൂട്ടുപിടി, മീനൂട്ട്, അവിൽ നിവേദ്യം എന്നിവയും പിന്നെ അമ്പും വില്ലും പ്രധാനമാണ്. പിന്നെ ഹനുമാൻ സ്വാമിക്ക് അവിൽ നിവേദ്യം. ക്ഷേത്രം ശ്രീരാമക്ഷേത്രമാണ്. ഇവിടെ എന്ത് പ്രാർത്ഥിച്ചാലും സാധിക്കും. ഞങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് ഈ അമ്പലത്തിൽ വരികയും പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ കൊടുക്കുകയും ചെയ്യുന്ന ക്ഷേത്രമാണ്. കർക്കിടകത്തിലാണ് ഈ ക്ഷേത്രത്തിന് ഏറ്റവും കൂടുതൽ പ്രചാരമുള്ളത്. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും 4 അമ്പലങ്ങളിലേക്ക് ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ഭയങ്കര തിരക്കേറിയ മാസമാണ് അടുത്ത മാസം. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങളൊന്ന് ക്ഷേത്രത്തിൽ വരാനും വഴിപാട് നേരാനും പ്രാർത്ഥിക്കാനുമായിട്ടൊക്കെ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞങ്ങൾ നോർത്ത് പറവൂരിൽ നിന്ന് വരുന്നതാണ്. എൻ്റെ ഫ്രണ്ടാണിത്, ശ്രീല. അവൾ ബോംബെയിൽ നിന്ന് വരുന്നതാണ് ഭഗവാനെ കാണാനായിട്ടും വഴിപാട് നടത്താനൊക്കെ ആയിട്ടും.
ഞാൻ നിത്യം വന്നിവിടെ പ്രാർത്ഥിക്കുന്ന ഭഗവാനാണ് ശ്രീരാമസ്വാമി. എൻ്റെ ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കാറുണ്ട്. അടുത്ത മാസം കർക്കിടക മാസം 1 മുതൽ 31 ദിവസം ഇവിടെ ഭയങ്കര തിരക്കേറിയ ദിവസമാണ്. പല ദിക്കിൽ നിന്നും പല രാജ്യത്തു നിന്നും ആളുകൾ തൊഴാൻ വരുന്നതാണ്. എൻ്റെ കുടുംബക്ഷേത്രത്തിലൊക്കെ വിഷമങ്ങൾ ഇവിടെ വരുമ്പോഴാണ് തീർന്നു പോകുന്നത്. ഞാൻ നിത്യം വന്ന് ഇവിടെ തൊഴുന്ന ഒരു ഭക്തനാണ്. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരും വന്നു ചേർന്ന് ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം വാങ്ങി പോകുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. നമസ്കാരം. അനുരാശോകൻ. എൻ്റെ പേര് സുബിൻ. നമസ്കാരം. ഞങ്ങൾ കാലത്ത് 10 മണിക്ക് വന്നാൽ മാച്ചും കത്താനൊക്കെ ശരിയാക്കി ഇട്ടിട്ട് കാലത്ത് സ്റ്റാഫുകൾക്ക് ചായ കൊടുക്കും. ഇഡ്ഡലിയോ പുട്ടാട്ടൊക്കെ വെച്ച് കൊടുക്കും. അപ്പം ഞാനൊരു 12:30 അന്നദാനം. അത് ഭക്തന്മാർ വരുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കും. 10 ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കും. അത് ഞാൻ 2 മണി 2:30 ആകുമ്പോൾ ഞങ്ങൾ പോകും. പിന്നെ ഈ കർക്കിടക മാസത്തിലാണ് 1-ാം തീയതി തൊട്ട് ഭയങ്കര തിരക്ക്, ഗംഭീര ഭക്തന്മാർ തിരക്ക്. അതിന് കാലത്ത് ഉച്ചയ്ക്ക് വൈകുന്നേരം ഒക്കെ ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. ഭക്ഷണം ഭക്തജനങ്ങൾ കൂടുതൽ വരുന്ന സമയമാണ് കർക്കിടക മാസത്തിൽ. അത് ആയിക്കണക്കിന് ഭക്തജനങ്ങളുണ്ടാവും. അതിന് ഞങ്ങൾ ഭക്ഷണം 3 നേരം ഈ ഭക്ഷണം ഇതിൽ കൊടുക്കും. കഴിച്ച് നല്ല രീതിയിൽ ഞങ്ങൾക്ക് സന്തോഷം. അതൊക്കെ കൊടുത്താൽ ഞങ്ങൾ ഭയങ്കര സന്തോഷം. എൻ്റെ പേര് ശോഭ ഭുവനദാസ്. ഞാനിവിടെ ഫാൻസി കച്ചവടം നടത്തുന്നതാണ്. ഞാൻ 14 വർഷങ്ങളായിട്ടുണ്ട് ഇവിടെ കച്ചവടം നടത്തുന്നത്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രം. ധാരാളം ആളുകൾ വന്നു പോകുന്ന ഒരു ക്ഷേത്രമാണ്. പിന്നെ ഇപ്പോൾ നാലമ്പലം, പിന്നെ ഏകാദശി, തേവര് പുറപ്പാട്, ഇതിനൊക്കെ ധാരാളം ആളുകൾ ഇവിടെ വരുന്നുണ്ട്. എല്ലാവർക്കും നല്ല ചൈതന്യമുള്ള ഒരു ക്ഷേത്രമാണ്. ഭഗവാന്റെ കടാക്ഷം എല്ലാവർക്കും നല്ലോണം ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ നല്ല ഒരു ഇത് ഇവിടെ വന്നപ്പോൾ കിട്ടിയിട്ടുണ്ട്. ക്ഷേത്രത്തിന് നല്ല ഒരു ഇതായിട്ടുണ്ട്. നല്ല പേരും പെരുമയും പുറത്തേക്ക് മുഴുവൻ ക്ഷേത്രത്തിനെ പറ്റിയായിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്രധാനമന്ത്രി മോദിജി വന്നതോടുകൂടി കുറച്ചും കൂടിയും നല്ല ഫേമസ് ആയി. കണ്ടമാനം ക്ഷേത്രത്തിലേക്ക് ആൾക്കാർ വരാനും തുടങ്ങി. ധാരാളം ആളുകളെ ആകർഷിക്കാനായിട്ട് ആ ഒരു സന്ദർഭം ആയിട്ടുണ്ട്. എല്ലാവർക്കും നല്ല കാര്യങ്ങൾ മാത്രമേ ക്ഷേത്രത്തിനെ പറ്റി പറയാനുള്ളൂ. നല്ല പൂജകളും നല്ല കർമ്മങ്ങളും ശാന്തിമാരും മാനേജർമാരും എല്ലാവരും നല്ല സഹകരണമാണ്. നല്ല രീതിയിൽ ക്ഷേത്രത്തിനെ കൊണ്ടുപോകുന്നുണ്ട്. ഭൗതികമായ ആഗ്രഹങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടി ഈശ്വര സാമീപ്യത്തിലൂടെ ആന്തരികമായ ഉണർവും ശുദ്ധിയും നേടുകയാണ് ക്ഷേത്ര ദർശനത്തിൻ്റെ ലക്ഷ്യം. ക്ഷേത്രങ്ങളെ ശാസ്ത്രീയ രീതിയിൽ പരിശോധിച്ചാൽ അവ കേവലം ആരാധനയ്ക്കായുള്ള കെട്ടിടങ്ങൾ മാത്രമല്ല, മറിച്ച് പ്രപഞ്ച ശരീരത്തിൻ്റെയും വിഷ്ടി ശരീരത്തിൻ്റെയും പ്രത്യക്ഷ മാതൃകാ രൂപങ്ങൾ തന്നെയാണ്. ദേഹോ ദേവാലയ ജീവോ ദേവ സദാശിവ എന്ന തന്ത്രശാസ്ത്ര പ്രയോഗം ഇതുതന്നെ സൂചിപ്പിക്കുന്നു.
കേവലം സ്ഥൂല ശരീരത്തിൻ്റെ മാത്രമല്ല, മറിച്ച് സൂക്ഷ്മ ശരീരത്തിൻ്റെയും കൂടി പ്രതീകമാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രത്തിൽ പഞ്ചശുദ്ധിയോടെ പോകണമെന്നതാണ് വിധി. ശരീരശുദ്ധി, വസ്ത്രശുദ്ധി, ആഹാരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി. പഞ്ചശുദ്ധി രോഗാണുക്കളെ പ്രതിരോധിക്കാനും മനസ്സിലെ മാലിന്യങ്ങളെ അകറ്റാനുമുള്ള വിധിയാണ്. അൻപിൻ്റെ ആലയങ്ങൾ അഥവാ ദയയുടെ ഇരിപ്പിടങ്ങളായ അമ്പലങ്ങൾ അസ്വസ്ഥരായ മനുഷ്യർക്ക് സ്വസ്ഥത നൽകുന്നു. അതുകൊണ്ടാണ് ദേവാലയങ്ങൾ വർത്തമാനകാലത്തെ മനുഷ്യൻ്റെ ശുശ്രൂഷാലയങ്ങളായി കരുതപ്പെടുന്നത്. സർവനാശത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കാൻ സർവമത പ്രാർത്ഥനകൾക്കും സർവധർമ്മ സമഭാവത്തിനും കഴിയുമെന്ന് വർത്തമാന കാലഘട്ടം ഉദാഹരണങ്ങളിലൂടെ തെളിയിക്കുന്നു. ഇടത്തുനിന്നും വലത്തോട്ട് ക്ഷേത്രം പ്രദക്ഷിണം ചെയ്യുമ്പോൾ മനുഷ്യൻ ഈശ്വരനുമായി കൂടുതൽ അടുക്കുമെന്നും ജന്മാന്തരങ്ങളിൽ ചെയ്ത പാപങ്ങൾ പോലും നശിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. രാവിലെയും വൈകുന്നേരവും ക്ഷേത്രപ്രദക്ഷിണം നടത്തുമ്പോൾ ഭക്തർക്ക് വ്യായാമത്തിൻ്റെ ഫലം ലഭിക്കുന്നു. പ്രദക്ഷിണം, ഏത്തമിടൽ, നമസ്കാരം എന്നിവയെല്ലാം മനഃശാന്തിയോടൊപ്പം ശാരീരിക ആരോഗ്യവും നൽകുന്നു. ക്ഷേത്രത്തിൻ്റെ പ്രത്യേക നിർമ്മാണ രീതി കൊണ്ട് അവിടെ നിന്നും പ്രവഹിക്കുന്ന ഭൗമോർജം ഭക്തരിലേക്ക് പ്രവേശിക്കും. ക്ഷേത്രം പാദരക്ഷയില്ലാതെ ചുറ്റണമെന്ന ആചാരം ശാസ്ത്രീയമാണ്. ആയുർവേദാചാര്യനായ സുശ്രുതൻ കൈവിരൽ വെള്ളയിലും കാലിനടിയിലും നിലകൊള്ളുന്ന പോയിന്റുകൾ ശാസ്ത്രീയമായി പഠിച്ച് വിവരിക്കുന്നു. കാലടി ഭൂമിയുമായി സ്പർശിക്കുമ്പോൾ മനുഷ്യന് ഭൂമിയുമായി സ്വാഭാവിക സ്പർശനമുണ്ടാകുന്നു. മനുഷ്യനെ നിലനിർത്തുന്ന ഭൂമിദേവിയുമായുള്ള ബന്ധം രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും ശരീരത്തിലെ രക്തസഞ്ചാരം സുഗമമാക്കുകയും ഉന്മേഷം നൽകുകയും ചെയ്യുന്നു. പാദരക്ഷയില്ലാതെ നടക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമാണെന്ന് ചരക സംഹിതയിലൂടെ ചരകൻ ഉപദേശിക്കുന്നു. മഹാമര്യാദ, ബാഹ്യഹാര, മധ്യഹാര, അന്തഹാര, അന്തർമണ്ഡലം എന്നീ പഞ്ചപ്രകാരങ്ങൾ ദേവൻ്റെ സ്ഥൂല ശരീരത്തിനെയും ശ്രീകോവിൽ, ദേവപ്രതിഷ്ഠ, ഷഡാധാരങ്ങൾ എന്നിവ സൂക്ഷ്മ ശരീരത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ചില വാസ്തുഗ്രന്ഥങ്ങൾ ഈ പ്രകാരങ്ങളെ ദേവശരീരമായി അന്വയിപ്പിച്ചിട്ടുണ്ട്. വിശ്വകർമ്മ ഗ്രന്ഥം ഇപ്രകാരത്തിൽ ഗർഭഗ്രഹം ശിരസായും അകത്തെ ബലിവട്ടം മുഖമായും മണ്ഡപം ഗളമായും നാലമ്പലം കൈകളായും പുറത്തെ പ്രദക്ഷിണ വഴി കുക്ഷിസ്ഥാനമായും പുറംമതിൽ മുട്ടുകളായും ഗോപുരങ്ങളെ ദേവപാദമായും സങ്കല്പിച്ചിരിക്കുന്നു.